തമിഴ്നാട് കരൂരിലാണ് വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട 39 പേർ മരിച്ചത്. സച്ചിൻ വള്ളിക്കാട് അവിടെ നിന്ന് തത്സമയം ഒരിക്കൽ കൂടി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സച്ചിൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് പിഴവ് എന്നതിൽ വ്യക്തമാണ്. കാരണം ഉച്ചയോടെ എത്തേണ്ടിയിരുന്ന നടൻ വിജയെ കാത്ത് അവിടെ നിന്ന് ആരാധക കൂട്ടം വിജയെ പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയത് മണിക്കൂറുകൾ വൈകി. വൈകുന്നേരം ഏകദേശം 7 മണിയോടടുപ്പിച്ച് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പോലും ഈ ആളുകളെ ഉൾക്കൊള്ളാൻ തരത്തിലുള്ള പന്തലുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കുടിവെള്ളമോ ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒരുക്കിയിട്ടില്ല എന്നത് വ്യക്തമായ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഈ കുടിവെള്ളം ആവശ്യപ്പെട്ടപ്പോൾ വിജയാണ് തൻ്റെ വാഹനത്തിലിരുന്ന കുടിവെള്ളം ഈ ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഈ കരൂർ പോലെ വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്തെ, എന്നാൽ വലിയ തിരക്കുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു വലിയ പരിപാടി നടക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല എന്നത് ഏറെക്കുറെ വ്യക്തമായ കാര്യമാണ്. സച്ചിൻ, തീർച്ചയായും ആര്യ അത് തന്നെയാണ്. കാരണം ഒരു രാജ്യത്തെ ആകെ ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവമാണ് തമിഴ്നാട് കരൂരിൽ ഉണ്ടായിട്ടുള്ളത്. ആര്യ പറഞ്ഞതുപോലെ തന്നെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു. അതിലാണ് 39 പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കരൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കണ്ണീരോടെ ഏറ്റുവാങ്ങുന്നതാണ് കാണുന്നത്. പൂമാല അടക്കം അണയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങുന്നത്. സ്വന്തം അടുത്ത ബന്ധുക്കളെയും അതേപോലെ തന്നെ സ്വന്തം മക്കളെ അടക്കം നഷ്ടപ്പെട്ട നിരവധി പേരാണ് കണ്ണീരണിഞ്ഞുകൊണ്ട് ഈ കരൂർ മെഡിക്കൽ കോളേജിൽ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. അത്തരത്തിൽ ഒരു നാടിനെ ഒന്നാകെ സങ്കടക്കടലാക്കി ഇരിക്കുകയാണ് ഇന്നലെ നടന്ന വിജയുടെ റാലി. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിലാഴ്ത്തിയ സംഭവം തന്നെയാണ് തമിഴ്നാട് കരൂരിൽ ഉണ്ടായിട്ടുള്ളത്. 39 പേരുടെ ജീവൻ പൊലിഞ്ഞു. അതുപോലെ തന്നെ അതിൽ 17ഓളം പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 100-ലധികം പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അത്രയും ജനങ്ങളുടെ ഒരു തിങ്ങി നിറഞ്ഞ അവസ്ഥ തന്നെയാണ് കരൂരിലെ ഈ വീതിയിൽ ഉണ്ടായിട്ടുള്ളത്. വേലുച്ചാമിപുരം എന്ന ഭാഗത്ത്, കരൂരിലെ വേലുച്ചാമിപുരം എന്ന ഭാഗത്ത് വെച്ചായിരുന്നു വിജയുടെ പാർട്ടിയുടെ റാലി സംഘടിപ്പിച്ചത്. വിജയുടെ പാർട്ടി നേതാവ് എന്ന നിലയിലല്ല, നേരെ മറിച്ച് തമിഴ് സിനിമയിലെ ഒരു നടൻ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ആരാധകർ ഒഴുകിയെത്തി. TVK പാർട്ടി എന്ന നിലയിലേക്കാൾ കൂടുതൽ വിജയെ എന്ന നടനെ കാണാൻ വേണ്ടിയാണ് കൂടുതൽ പേരും എത്തിയത്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടാവുന്നത്. അതിൽ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. അങ്ങനെ 39 പേരുടെ മൃതദേഹം, അതായത് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. വലിയ ദുഃഖിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ പരിപാടി നടന്ന ഭാഗത്തും കാണാൻ വേണ്ടി സാധിച്ചത്. നിരവധി പേരുടെ ചെരുപ്പുകൾ, അതേപോലെ തന്നെ വസ്ത്രങ്ങളുടെ അങ്ങനെ വലിയ ഒരു ദാരുണമായ സംഭവമായി തമിഴ്നാട് കരൂരിലെ ഈ ദുരന്തം മാറിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ദുരന്തം തമിഴ്നാട് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ അത് കൃത്യമായി പാലിക്കാതെ വലിയ രീതിയിലുള്ള സംഘാടകരുടെ വീഴ്ച തന്നെയാണ് 39 പേരുടെ ജീവൻ പൊലിയാനുള്ള പ്രധാന കാരണം. വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കുഴഞ്ഞു വീണു. അതേപോലെ തന്നെ വലിയ ശക്തമായ വെയിൽ തമിഴ്നാട്ടിൽ ഉണ്ട്. അതിനാൽ തന്നെ വെള്ളം പോലും കിട്ടാതെ രാവിലെ മുതൽ വിജയെ കാണാൻ വേണ്ടി ഈ കരൂരിലെത്തിയിരുന്നു. എന്നാൽ അത്തരത്തിൽ വിജയ് ഉച്ചക്കെത്തേണ്ട പരിപാടിക്ക് വിജയ് എത്തുന്നത് വൈകിട്ട് 6:30 കൂടിയാണ്. അപ്പോഴേക്കും നിരവധി ആളുകൾ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളുടെ തിരക്ക് കൂടെ വർദ്ധിച്ചപ്പോൾ നിരവധി പേർ കുഴഞ്ഞു വീഴുന്നു, നിരവധി പേർ വെള്ളത്തിനായി ഓടുന്നു. അങ്ങനെ തിക്കിലും തിരക്കിലും കുഴഞ്ഞു വീണുമാണ് ഇത്തരത്തിൽ ആളുകൾ മരിച്ചത്. അത് വലിയ രീതിയിലുള്ള സംഘാടകരുടെ ഒരു വീഴ്ച തന്നെയാണ്. വിജയ്
വിജയ് രാഷ്ട്രീയ പാർട്ടി, അതായത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ റാലി വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആ റാലികളിലൊക്കെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ കൃത്യമായി ഒരു പോലീസ് കൃത്യമായി ഒരു പ്രോട്ടോക്കോൾ ഇറക്കിയിരുന്നു. എന്നാൽ അത് പാലിക്കാൻ വേണ്ടി വിജയോ അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളോ തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം തമിഴ്നാട്ടിലെ കരൂരിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് വിജയ് സ്വീകരിച്ചത്. കാരണം തമിഴ്നാട് സർക്കാർ DMK സർക്കാർ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റാലി സംഘടിപ്പിക്കുന്നതിൽ കർശന നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ അതിനെതിരെ വിജയ് പറഞ്ഞത് അതിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിലേക്ക് തമിഴ്നാടിനെ എത്തിച്ചിരിക്കുകയാണ്. അത് സംഘാടകരുടെ കൃത്യമായ വീഴ്ച എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആര്യ.